എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിലുള്ള ഒരു മട്ടൻ മസാലയുടെ റെസിപ്പി നോക്കാം. ചെട്ടിനാട് സ്റ്റൈലിലുള്ള ഒരു മട്ടൻ മസാലയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഏത് മീറ്റ് വെച്ച് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ചിക്കനും മട്ടനും ബീഫും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു മട്ടൻ മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മസാലകളൊക്കെ ഒന്ന് വറുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിവിടെ മുഴുവനെയുള്ള സ്പൈസസ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പൊടി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. എങ്കിലും മുഴുവനെയുള്ള മസാല വെച്ച് ചെയ്യുമ്പോഴാണ് ഈ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലി, 3 എരിയുള്ള വറ്റൽമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ഗ്രാമ്പു, 1 ഏലക്ക, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഈ മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എണ്ണ ഒഴിക്കാതെ തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർക്കാം, അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ സാധാരണ തേങ്ങ വറുത്തരയ്ക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ തേങ്ങയുടെ അളവെന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ 3 വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല എരിയുള്ളതാണ്. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വറ്റൽമുളക് കാശ്മീരി മുളകിൻ്റെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ ഈ പൊടി ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കരുത്. ഇനി നമുക്ക് മട്ടൻ മസാലയിലേക്ക് വേണ്ട ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 പിടി കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 തക്കാളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാനൊരു 1/2 കിലോ മട്ടൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉളുമ്പ് മണമൊക്കെ മാറ്റിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ തൈരും വിനീഗറും ഒക്കെ ചേർത്തിട്ടാണ് അത് കഴുകിയിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ പാനാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉള്ളി ഇപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പേസ്റ്റാക്കിയോ ചതച്ചോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തിട്ടില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയുടെ കൂട്ടാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഓൾറെഡി നമ്മൾ വറുത്തതാണ്, അതുകൊണ്ട് ഒരുപാട് ഇട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ തക്കാളി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അരിഞ്ഞും വേണമെങ്കിൽ ചേർക്കാം. ഗ്രേവിക്ക് ഒന്നുകൂടെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അരച്ച് ചേർക്കുന്നത്. തക്കാളി ചേർത്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കുക. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് എണ്ണ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ മട്ടൻ ആയതുകൊണ്ടാണ് അധികം ഓയിൽ യൂസ് ചെയ്യാത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ്റെ പീസസ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ റെസിപ്പി ഇവിടെ ചെയ്യുന്നത് ഈ പാനിൽ വെച്ചിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും കഴിഞ്ഞിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അതാകുമ്പോൾ 10 മിനിറ്റിനുള്ളിൽ കറി റെഡിയാകും. ഞാനിതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
മട്ടൺ വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കുക. മട്ടനൊക്കെ എപ്പോഴും സ്ലോ കുക്ക്, അതായത് പതുക്കെ ചെറിയ തീയിലിരുന്ന് കുക്ക് ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ്. കുക്കറിലൊക്കെ പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാം, പക്ഷേ അതിന് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഈ അടപ്പൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക, തണുത്ത വെള്ളം ഒഴിക്കരുത്. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നോക്കുക. അപ്പോൾ ഇതിപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഏകദേശം ഒരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. തീ ഒരുപാട് കൂട്ടിയെടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ മട്ടൺ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രേവി നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഗ്രേവി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ചൂടാക്കിയിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിയില കൂടി ഇട്ട് അലങ്കരിക്കുകയാണ്. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. അപ്പോൾ ഈ ഒരു മട്ടൻ്റെ കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസിനൊക്കെ മട്ടൺ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇന്നത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ മസാലയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്